Cheers to Commerce family, welcome back. നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഈസി ചാപ്റ്റർ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്റർ. അപ്പം ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ് എ കൺസ്യൂമർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റിലീഫ്സ് കിട്ടും, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആക്ടുകൾ എന്തൊക്കെയാണ്, അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ കൺസ്യൂമർ നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 4 മാർക്കാണ്. അപ്പൊ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് കൺസ്യൂമർ റൈറ്റ്സ് എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് ടു സേഫ്റ്റി ആണ്. എന്താണ് റൈറ്റ് ടു സേഫ്റ്റി? നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സേഫ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രീ ഫ്രം ഹസാർഡസ്, ഡേഞ്ചറസ് എന്നതാണ് റൈറ്റ് ടു സേഫ്റ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാധനം ആൾക്കാർ വാങ്ങുന്ന സമയത്ത് അതിൽ നിന്നും ഒരു രീതിയിലും നമ്മുടെ ലൈഫിനായാലും നമ്മുടെ ഹെൽത്തിനായാലും നമ്മുടെ പ്രോപ്പർട്ടിക്കായാലും ഒരു രീതിയിലും ഒരു തരത്തിലുള്ള ഹസാർഡ്സ് ഉണ്ടാവരുത് എന്നതാണ് ഈ ഒരു റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നൊക്കെ സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട്. ദ കൺസ്യൂമർ ഹാസ് a right to be protected against goods and services which are hazardous to life, health and property. Okay, right to safety ensure that consumer do not face unnecessary risk when purchasing or using products, thereby contributing to their overall health and well-being. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പൊ ഇലക്ട്രിക് ഗുഡ്സ് ഒക്കെ ആവുമ്പോൾ അതിന് ISA മാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഓൺലൈനിലായിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായിട്ട് നമ്മുടെ ലൈഫിനും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ പ്രോപ്പർട്ടീസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാനായിട്ട് പറ്റും. സോ അതിന് മുന്നേ നമ്മൾ കേസിനൊന്നും പോകേണ്ട, അല്ലെങ്കിൽ കേസ് ഒന്നും ആവാത്ത രീതിയിൽ നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പൈസ കുറവിന് സാധനം കാണുമ്പോൾ നമ്മൾ നേരെ കയറി സാധനങ്ങൾ വാങ്ങാതിരിക്കുക, അതിന്റെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. റൈറ്റ് ടു സേഫ്റ്റി നമ്മുടെ റൈറ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ റൈറ്റ് ടു ബി ഇൻഫോംഡ്. ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. റൈറ്റ് ടു ബി ഇൻഫോംഡ്. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ പ്രൈസ്, അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് അല്ലെ, ഡയറക്ഷൻ ഫോർ യൂസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അത് നമ്മുടെ റൈറ്റ് ആണ്. ഓക്കെ, എൻഷുർ കൺസ്യൂമർ ഹാവ് ആക്സസ് ടു അക്യുറേറ്റ്, ക്ലിയർ ആൻഡ് സഫീഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ദേ പർച്ചേസ്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ടു ബി അഷ്യൂർഡ്. റൈറ്റ് ടു ബി അഷ്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാനുള്ള റൈറ്റ് നമുക്കുണ്ട് അല്ലെ. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മൾ പോയി, ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. റൈറ്റ് ടു ചൂസ്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദ കൺസ്യൂമർ ഹാസ് ദ ഫ്രീഡം ടു ആക്സസ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ്. നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ കമ്പയർ ചെയ്യും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അല്ലെ. മിന്ത്രയിൽ ഇത്ര പൈസയാണ്, എന്നാൽ മീഷോയിൽ പോയി നോക്കാം, മീഷോയിൽ ഇത്ര പൈസയാണ്, എന്നാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കാം. നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ഷോപ്പിംഗിൽ നമ്മൾ പോയി ഷോപ്പിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടു, അതുകൊണ്ട് നമ്മൾ വാങ്ങണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇറ്റ് ഗീവ്സ് കൺസ്യൂമർ ദ കോൺഫിഡൻസ് ദാറ്റ് ദ ഗുഡ്സ് ഓർ സർവീസ് ദേ ബൈ വിൽ ഫങ്ഷൻ ആസ് പ്രോമിസ്ഡ് ആൻഡ് ഇഫ് they don't they have the right to seek redress. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സിന് എന്താണോ പ്രോമിസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി അതില്ല എങ്കിൽ നമുക്ക് നേരെ കേസ് കൊടുക്കാനായിട്ടൊക്കെ പോകാനായിട്ട് പറ്റും. അത് ആണ് നെക്സ്റ്റ് ഒരു റൈറ്റ് ആയിട്ട് പറയുന്നത്. റൈറ്റ് ടു ബി ഹേർഡ്. നമ്മളെ കേൾക്കാൻ ആളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു രീതിയിലൊരു കംപ്ലൈന്റ് നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി അവിടുന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നേരിടേണ്ടി വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മളെ കേൾക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് റൈറ്റ് ടു ബി ഹേർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഫയൽ എ കംപ്ലൈന്റ് ആൻഡ് ടു ബി ഹേർഡ് ഇൻ കേസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ ഗുഡ് ഓർ സർവീസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത്
കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ എന്താണ്? റൈറ്റ് ടു സീക്ക് റീഡ്രസൽ. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്പീഡി ആയിട്ടും അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടും നമുക്ക് അതിനുള്ള റിലീഫ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് റൈറ്റ് ടു സീക്ക് റീഡ്രസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് റിലീഫ് അഗെയിൻസ്റ്റ് unfair trade practice of restrictive trade practice or unscrupulous exploitation in case the product or service falls short of his expectation. Okay, അതാണ് റൈറ്റ് ടു സീക്ക് റീഡ്രസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, റിലീഫ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അല്ലെ ആ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു അക്വയർ നോളജ് ആൻഡ് ടു ബി വെൽ ഇൻഫോംഡ് കൺസ്യൂമർ ത്രൂ ഔട്ട് ലൈഫ്. നമ്മൾ ജീവിക്കുന്ന എല്ലാ സമയവും നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. പല സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കൺസ്യൂം ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ റൈറ്റ്സിനെ പറ്റിയിട്ടും എല്ലാ റിലീഫ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാനുള്ള ആ റൈറ്റ് ത്രൂ ഔട്ട് ദി ലൈഫ് നമുക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഹി ഷുഡ് ബി അവെയർ അബൌട്ട് ഹിസ് റൈറ്റ്സ് ആൻഡ് ദ റിലീഫ്സ് അവൈലബിൾ ടു ഹിം ഇൻ കേസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫാളിംഗ് ഷോർട്ട് ഓഫ് ഹിസ് എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്നുള്ളത്. 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് അല്ലെ. അപ്പൊ 4 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 5 മാർക്കിനൊക്കെ ചിലപ്പം വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടുള്ളതായിട്ടും കാണാം. അപ്പോൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമല്ല, ആസ് എ കൺസ്യൂമർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.